നടിയുടെ ആരോപണത്തിൽ കേസെടുത്തെങ്കിലും മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന സിപിഎം നിലപാട്. സമാനമായ ആരോപണം ഉയർന്ന കോൺഗ്രസ് എംഎൽഎമാർ ആദ്യം രാജിവെക്കട്ടെയെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞു. നടി ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റെന്ന് മുകേഷ് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. മുകേഷ് വിഷയത്തിൽ നിലപാടെടുക്കാൻ സിപിഎം എക്സിക്യൂട്ടീവ് ചേരുകയാണ്. പ്രതിപക്ഷത്തെ എംഎൽഎമാരായ എം വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് അവർ രാജിവെച്ചിട്ടില്ല എന്നുമാണ് സിപിഎമ്മിന്റെ വാദം. അതുകൊണ്ട് ആദ്യം അവർ രാജിവെക്കട്ടെ എന്ന നിലപാടിലാണ് ഇടതുമുന്നണി നിലവിലുള്ളത്. ഇപ്പോൾ മൂന്നാമതാണ് ഒരു എംഎൽഎക്ക് നേരെ വരുന്നത്. രണ്ട് എംഎൽഎമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ രണ്ടും എംഎൽഎമാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയും LDF-ഉം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. എംഎൽഎയുടെ കേസിൽ കേരളത്തിലെ LDF-ഉം ബന്ധപ്പെട്ട പാർട്ടിയും ആലോചിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിനിടെ താൻ നിരപരാധിയാണെന്ന് മുഖ്യമന്ത്രിയോട് മുകേഷ് വിശദീകരിച്ചു. പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തി. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുഖ്യമന്ത്രിയെ മുകേഷ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് മുകേഷ് വിശദീകരണം നൽകിയത്. ഇടതുമുന്നണി സ്ത്രീകൾക്കൊപ്പമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF ഗവൺമെന്റ് ഇതുപോലൊരു വിഷയത്തിൽ നീങ്ങിയത് ഏറ്റവും ശരിയായ വഴിക്കാം. ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്താണ്. എന്നാൽ CPIയുടെ ദേശീയ നേതാവായ ആനി രാജ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു നിമിഷം പോലും വൈകാതെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ ആവശ്യപ്പെട്ടു. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിൽ ഇരിക്കാനുള്ള ധാർമ്മികമായതോ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. മുകേഷിന്റെ രാജി ആവശ്യം അംഗീകരിക്കാത്തതിന് CPM-നുള്ളിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് മുകേഷ് കൊല്ലത്ത് നിന്ന് ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കടുത്ത മത്സരം നേരിടേണ്ടി വരും. MLA-മാർക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ രാജിവെച്ചാൽ അത് പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും CPM ഭയപ്പെടുന്നു. മീഡിയ 1 തിരുവനന്തപുരം.